ചെയ്യുന്ന ഡെമട്രിയോസ് റിമേനി, ദുബായ് സെന്റ് തോമസ് കത്തീഡ്രലിൻ്റെ ഇപ്പോഴത്തെ വികാരി ബഹുമാനപ്പെട്ട ഷാജി മാത്യു സച്ചൻ, മുൻ വികാരിമാരായിരുന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, വന്യ അംബാച്ചന്മാരെ, ദുബായ് ഇടവകയുടെ ഇപ്പോഴത്തെ ചുമതല വഹിക്കുന്ന ഭരണസമിതി അംഗങ്ങളെ, ഇപ്പോഴേ അംഗങ്ങളായും അതിലുപരിയായി അവിടുത്തെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന സഭാപരമായ പ്രവർത്തനങ്ങളിലും മറ്റ് പ്രവർത്തനങ്ങളിലും വ്യാപൃതരായി ജീവിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ആദ്യമായിട്ട് തന്നെ എന്നെ ഇതുപോലെയുള്ള ഒരു യോഗത്തിലേക്ക് ക്ഷണിക്കുകയും അല്പസമയം സംസാരിക്കുവാനായിട്ട് അവസരം തരികയും ചെയ്ത് പ്രത്യേകമായി നന്ദി അറിയിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ ബഹുമാനപ്പെട്ട ഷാജിയച്ചൻ എന്നെ ഒരു 6 മാസം മുമ്പെങ്കിൽ ക്ഷണിച്ചതാണ്. അന്ന് ക്ഷണിക്കുന്ന സമയത്ത് ഞാൻ ദുബായിക്ക് വരുന്നതിനെ കുറിച്ചുള്ള ചിന്തകളോ ആലോചനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വളരെ പെട്ടെന്ന് ഒരാഴ്ച കാലം ദുബായിൽ വരുവാൻ പോകണം ഇടയായി. കഴിഞ്ഞ മാസം അവസാനം ഒരാഴ്ചയും ദുബായിലുണ്ടായിരുന്നു. ഞാൻ എന്തിനു വന്നു എന്നുള്ളതൊക്കെയും അവിടെ ഇപ്പോൾ ചുമതല വഹിക്കുന്നവർക്ക് അറിയും. ഞാൻ വന്ന കാര്യം അനുഗ്രഹപ്രദമായി പൂർത്തിയാക്കുവാൻ സഹായിച്ചതിൽ ദുബായ് ഇടവകയോടുള്ള എൻ്റെ പ്രത്യേകമായ നന്ദി വൈദിക സെമിനാരിക്ക് വേണ്ടി അറിയിക്കാം. വൈദിക സെമിനാരിയിൽ ഞങ്ങൾ സമയമുള്ളപ്പോൾ സെമിനാരിയിൽ വരണം. സെമിനാരിയുടെ 200 വർഷത്തെ ഓർത്തുകൊണ്ടുള്ള പരിപാടികൾ, ആഘോഷങ്ങളൊന്നുമില്ല. ചില വികസനപരമായ ചില പ്രവർത്തനങ്ങളും പ്രബോധനപരമായ ചില പ്രവർത്തനങ്ങളുമാണ് സെമിനാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അഭിനന്ദനായ ഒസാദ്യ ശ്രീമീനയുടെ മെമ്മോറിയലായി വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ പണിയുകയുണ്ടായി. അതിനോട് ചേർന്ന പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സും സ്റ്റാഫ് ക്വാർട്ടേഴ്സും പണിയുവാനായിട്ടുള്ള ആലോചനയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ദുബായ് വരുവാനപ്പോൾ ഇടയായത്. അതിൽ ദുബായ് ഇടവക നന്നായി സഹകരിക്കുകയുണ്ടായി. വീണ്ടും അതിനുള്ള നന്ദി അറിയിക്കുകയും പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സ് പണിയുമ്പോൾ തീർച്ചയായും ഞങ്ങളുടേതായിട്ടുള്ള സംഭാവനകളെ ഞാൻ അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണെന്ന് ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഈ ഇടവകയിൽ 3000 കുടുംബങ്ങളോ അല്ലെങ്കിൽ 3000 മെമ്പർഷിപ്പുകളോ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇടവകയുടെ സാധ്യത ഞാൻ റെസീപ്റ്റ് എല്ലാവരുടെയും എഴുതിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വികാരിയച്ഛനെ ഞാനത് ഏൽപ്പിക്കുന്നതായിരിക്കും. വളരെ നല്ല സംഭാവന ലഭിച്ചു എന്നുള്ളത് നല്ല കാര്യമാണെങ്കിലും 74 പേര് മാത്രമേ അതിൽ പങ്കുചേർന്നിട്ടുള്ളൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ 74 പേര് ചേർന്നിട്ട് ഏകദേശം 50 ലക്ഷം രൂപ സെമിനാരിക്ക് ലഭിക്കാനപ്പോൾ വേണ്ടിയായി. കേവലം 74 പേരെ സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3000 പേരിൽ വളരെ പ്രയാസമുള്ളവരും കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വീട്ടിലുള്ള കുടുംബത്തെ ഉദ്ധരിക്കാനായി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും അവിടെ ഉണ്ടാകും. എല്ലാവരും ഒരുപോലെ ധനികരല്ലെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും കുറച്ച് സൗകര്യമുള്ളവർ തന്നെ ചില കാര്യങ്ങളിൽ വളരെ താല്പര്യമെടുത്താൽ എന്തുമാത്രം പൊട്ടൻഷ്യാലിറ്റി ആ ഇടവകയ്ക്കുണ്ടെന്നുള്ളത് ഞാനൊന്ന് മനസ്സിലാക്കിയായിരുന്നു. 74 പേരുടെ സംഭാവന കൊണ്ട് 50 ലക്ഷം രൂപയോളം സെമിനാരിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ കുറേ കൂടെ പേര് 500 പേര് സഹകരിക്കുകയാണെങ്കിൽ എന്തുമാത്രം ലഭിക്കുമായിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ സെമിനാരി മാത്രമല്ല മറ്റേറെ സ്ഥാപനങ്ങളെ ഞങ്ങൾ സഹായിക്കുന്നുണ്ടെന്നുള്ളത് അറിയാം. ഇപ്പോൾ പരുമലയിലെ ക്യാൻസർ സെന്ററിന് വേണ്ടി 1 കോടി രൂപ കൊടുത്തത് ഞാൻ സ്മരിക്കുന്നു. ഒത്തിരി പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു ഇടവകയാണ് ദുബായ് ഇടവക. ഗൾഫ് പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ദുബായിയാണ്. എനിക്ക് തോന്നുന്നത് സെക്യുലർ ലോകത്തും ഈ സിനിമാക്കാരൊക്കെ ദുബായി കേന്ദ്രമാക്കിയ പലതും എടുത്തിട്ടുണ്ട്, അല്ലേ? നാടോടിക്കാറ്റാണെങ്കിലും സന്ദേശമാണെങ്കിലും അവിടെയൊക്കെ ദൃശ്യമാകുന്ന രംഗങ്ങൾ ദുബായിയുടേതാണ്. അബുദാബി, ഷാർജയും ബഹ്റൈനും മസ്കറ്റും കുവൈറ്റും ഒക്കെ ഉണ്ടെങ്കിലും ഏതാണ്ട് ഗൾഫ്
ഗൾഫിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ ദുബായിയാണ് സെക്യുലർ ലോകവും വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ പള്ളികളിലും നമ്മുടെ ജനങ്ങൾ ധാരാളമായിട്ടുണ്ടെങ്കിലും ദുബായിയാണ് അവിടെയും അംഗസംഖ്യയിൽ ഒരുപക്ഷെ ഒന്നാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ദുബായിയുടെ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചില ഭദ്രാസനങ്ങളുടെ ജനസംഖ്യ ഒന്ന് അറിഞ്ഞാൽ മനസ്സിലാകും. നിലയ്ക്കൽ ഭദ്രാസനത്തിൽ 2500 വീട്ടുകാരെയുള്ളൂ. ദുബായ് പള്ളിയിൽ 3000. ഏതാണ്ട് പുനലൂർ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ 3000 താഴെ വീടുകളെ ഉള്ളൂ. ബ്രഹ്മമാറിൽ 2000 താഴെ വീടുകളെ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മലങ്കര സഭയിലെ അനേക ഭദ്രാസനങ്ങളെക്കാൾ വലുതാണ് ദുബായ് ഇടവക മാത്രം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റി, നിങ്ങൾക്കുള്ള സാധ്യതകൾ എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ സഹായിക്കുമായിരുന്നു. അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ 2500 വീട്ടിലുള്ള നിലയ്ക്കൽ ഭദ്രാസനത്തില് ഏകദേശം 32-34 വൈദികര് സേവനമനുഷ്ഠിക്കുന്നു. പുനലൂർ കൊല്ലം ഭദ്രാസനത്തില് അവിടെയും ഏതാണ്ട് 37 വൈദികര് ഏകദേശം 3000 കുടുംബങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നു. 1500-2000 ഇടയ്ക്കുള്ള ബ്രഹ്മമാറിലും 28 വൈദികര് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. 3000 പേരുള്ള ദുബായ് ഇടവകയില് 2 വൈദികരുടെ സേവനമാണ് ലഭിക്കുന്നതെന്നുള്ളതും നമ്മൾ അറിയണം. അപ്പോൾ ഇതുപോലെ ഈ കുടുംബസമ്മേളനം കൂടുമ്പോഴേ പ്രത്യേകമായ ചില ചിന്തകൾ ഉണ്ടാകണമെന്ന് എൻ്റെ വിചാരം. ദയവ് ചെയ്ത് ഞാൻ സ്വതന്ത്രമായ ചില കാര്യങ്ങൾ പറയുന്നത് വിമർശനമായിട്ട് എടുക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് നിലയ്ക്കൽ ഭദ്രാസനത്തിൽ 2500 വീട്ടുകാർക്ക് വേണ്ടി 32 വൈദികര് ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ 3000 കുടുംബങ്ങളുള്ള അല്ലെങ്കിൽ 3000 അംഗസംഖ്യയുള്ള ദുബായ് ഭദ്രാസനത്തിൽ, ദുബായ് ഇടവകയിൽ, ദുബായ് ഭദ്രാസനം എന്ന് പറഞ്ഞാൽ തെറ്റില്ല, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇനി അതൊരു ഭദ്രാസനം ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. കാര്യം നിലയ്ക്കൽ ഭദ്രാസനം ആകാമെങ്കിൽ ദുബായ് ഒരു ഭദ്രാസനം ആകാമെങ്കിൽ അതിൽ കൂടുതൽ ആളുകളുണ്ട്, അതിനേക്കാൾ റിസോഴ്സസ് ഉണ്ട്. അതുകൊണ്ട് ബഹളമൊന്നും ഉണ്ടാക്കില്ലേ. വിധി കഴിഞ്ഞിട്ട് ഇനി പാവയെടുക്കപ്പോൾ മെമ്മോറാണ്ടമായിട്ട് ചെല്ലരുത്, ദുബായ് ഭദ്രാസനം വേണമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ പാസ്റ്ററൽ ആയിട്ടുള്ള നമ്മുടെ ശുശ്രൂഷയെ കുറിച്ചുകൂടെ ഇഫക്റ്റീവാണോ? ഒരു കണക്കിന് നമ്മുടെ സഭയെ പിടിച്ചു നിർത്തുന്നതിൽ ദുബായ് ഇടവക അനേകായിരങ്ങളെ ശാലിഭാഴ്ച തുക്കോളിയാഴ്ച 20,000 പേര് അവിടെ കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജനങ്ങളെ സഭയോട് ബന്ധിപ്പിച്ച് നിർത്തുന്നതിൽ ആ ഇടവക ചെയ്യുന്നത് വലിയൊരു സംഭാവനയാണ്. പക്ഷേ മറുവശത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഗൾഫ് പ്രദേശങ്ങളിൽ പോയിട്ടുള്ളവരിൽ നമ്മുടെ അംഗങ്ങളെ ഒത്തിരി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും നമ്മളൊരു ഒരു യാഥാർത്ഥ്യമായിട്ട് എടുക്കണം. നമ്മുടെ ഗൾഫ് പ്രദേശത്തിലെ പള്ളികളാണ് നമ്മുടെ ജനങ്ങളെ സഭയോട് ബന്ധിപ്പിച്ച് നിർത്തുന്നതിൽ വലിയ സംഭാവന വഹിച്ചിട്ടുള്ളത്. നല്ല സൺഡേ സ്കൂളുകൾ, ഏറ്റവും വലിയ സൺഡേ സ്കൂളുകൾ കാണണമെങ്കിൽ ഗൾഫിൽ പോകണം. ദുബായും കുവൈറ്റും ഇതുപോലെയുള്ള സൺഡേ സ്കൂൾ ചെല്ലുമ്പോൾ അവിടെ പള്ളിക്കൂടം വിട്ടയച്ച് പിള്ളേർ പോകുന്ന പോലെയാണ് അവിടെ സൺഡേ സ്കൂളിൽ നിന്ന് കുട്ടികൾ പോകുന്നത്. കുവൈറ്റ് സൺഡേ സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി 15 ബസ്സുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത് കുവൈറ്റിൽ ദുബായ് പോലെ പള്ളി സൗകര്യമില്ല. എന്നാൽ പോലും സൺഡേ സ്കൂളിൽ 15 ബസ്സുകളാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ തലമുറയെ സഭയോട് ബന്ധിപ്പിച്ച് നിർത്താൻ ഈ ഇടവകളൊക്കെ വലിയ സംഭാവന ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ നന്മകൾ ഓർക്കുമ്പോഴേ നമ്മുടെ പരിമിതികളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. ഈ ഗൾഫ് പ്രദേശങ്ങളിൽ പോയിട്ടുള്ള നമ്മുടെ മനുഷ്യരിൽ കുറെ പേരെങ്കിലും സഭയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ അവർ പോവാനും ഇടപെടുവാനും ഇടയാകുന്നുണ്ട്. അതിന് പ്രത്യേകമായ കാര്യങ്ങൾ കാണുന്നു. സാമ്പത്തിക മാനസിക ക്ലേശങ്ങളിലും പ്രയാസങ്ങളിലും കൂടെ കടന്നു പോകുന്ന സാധാരണ മനുഷ്യർക്ക് ഒരു കൂട്ടായ്മയുടെ അന്തരീക്ഷം വലിയ ഇടവകയിൽ ആയിരക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടുന്നിടത്ത് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കുകയും അപ്പോഴാണ്
അവരുടെ ആശ്വാസത്തിനായി, അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനായി ആരെങ്കിലും പ്രാർത്ഥനക്കാരും കൂട്ടായ്മക്കാരും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ട ജനം, സാധാരണ ജനം പോയെന്നിരിക്കും. ആ കൂട്ടായ്മയെ കുറച്ച് കഴിയുമ്പോൾ അവരെങ്ങനെയെങ്കിലും വിളിച്ച് മുക്കിയെന്നിരിക്കും. പിന്നെ അവരെ സഭയിൽ നിന്ന് തന്നെ മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളിലൂടെ ഗൾഫിലെ ഇടവകൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അവിടെ നമ്മുടെ പാസ്റ്റോറലായിട്ടുള്ള മിനിസ്ട്രി ഇപ്പോഴുള്ളത് നല്ലതാണെങ്കിലും കുറച്ചുകൂടെ മെച്ചമാകേണ്ട സാഹചര്യങ്ങളില്ലേ? കുറെ കൂടെ ആളുകളെ അന്വേഷിക്കേണ്ട സംവിധാനമില്ലേ? പള്ളിയിൽ മെമ്പർഷിപ്പ് എടുത്ത് കൂടി നടക്കുന്ന ഒരു വലിയ കൂട്ടായ്മ സംഘത്തോടൊപ്പം ഇതിലൊന്നും പങ്കുചേരാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, മെയിൻ സ്ട്രീമിൽ നിന്ന് അകന്നു നിൽക്കുന്ന അനേകായിരങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നൂറുകണക്കിനെങ്കിലും ഉണ്ട്. അവരെ കൂടെ അന്വേഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ലേ എന്ന് നമ്മളൊന്ന് ആലോചിക്കുന്ന കൊള്ളാം. കേട്ടെ, ഞാൻ എൻ്റെ ആമുഖത്തിൽ നിന്ന് വിടുകയാണ്. അല്പസമയം ഷാജിയച്ചൻ തന്നിട്ടുള്ളതിനകത്ത് ഞാൻ നിർത്താം. എനിക്ക് വിഷയമൊന്നും തന്നിട്ടില്ല. ഒരു കുടുംബ സംഗമമാണ്. ചില കാര്യങ്ങൾ ക്ലാസ് പോലെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ സ്വയമായിട്ടൊന്ന് ആലോചിച്ച് ചില കൊച്ചു കൊച്ചു ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് പറയാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ ഗൾഫ് അല്ലെങ്കിൽ ഈ പ്രവാസി സമൂഹം മലങ്കര സഭയ്ക്ക് ചെയ്തിട്ടുള്ള സംഭാവനകളെ ഓർക്കുകയും അതോടൊപ്പം തന്നെ പരിമിതികളെ കുറിച്ചുകൂടെ അല്ലെങ്കിൽ വരുത്തിയ മാറ്റങ്ങളിൽ എല്ലാം നമുക്ക് അഭികാമ്യമായിട്ടുള്ളതാണോ, തിരുത്തപ്പെടേണ്ട ചില ശൈലികളുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരല്പസമയം എടുത്ത് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റിയത് ഗൾഫ് അമേരിക്കൻ സമൂഹമാണ്. ഇപ്പോൾ തന്നെ ഈ സമയം നമ്മളിത് കൂടുതൽ സമയം നമ്മുടെ പ്രധാനമന്ത്രി UAE-യിലുണ്ട്. UAE-യില് 27-30% ഇന്ത്യക്കാരുണ്ടെന്നാണ്. അതിലൊരു പക്ഷേ ആ 30%-ൽ ഒരു 1/3 മലയാളികളായിരിക്കണം. അത്രയും വലിയ ഒരു സംഖ്യ ഉള്ള ഒരു പ്രദേശമാണ്. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുകയും ബയലാറ്ററൽ ആയിട്ടുള്ള പല ഉടമ്പടികളും ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയമാണ്. അവിടെ ഈ പ്രദേശങ്ങളുമായിട്ടുള്ള ബന്ധം ഈ കേരളീയ സമൂഹത്തെ ഒത്തിരി മാറ്റി. സാമ്പത്തികമായിട്ട് വളരെ വളർച്ചയുണ്ടായി. വലിയ വലിയ വീടുകൾ, കൊട്ടാരങ്ങളുണ്ടായി. കൊട്ടാര സമാനങ്ങളായ വാഹനങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ആധുനിക സൗകര്യങ്ങളെല്ലാം വന്നു. ഏറ്റവും ലേറ്റസ്റ്റായ മൊബൈൽ ഇറങ്ങിയാൽ അത് ആദ്യം മലയാളിയുടെ കയ്യിൽ തന്നെ കിട്ടിയിരിക്കും. അതുപോലെ ഓരോന്നും കുഞ്ഞുങ്ങളൊക്കെ നല്ല പഠിത്തമുള്ള പിള്ളേരായി. അവർ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലും പോയി പഠിക്കാൻ. ഇപ്പോൾ ദുബായി ചെന്ന് കഴിഞ്ഞാൽ ആരും ദുബായി കൊണ്ട് നിൽക്കുകയില്ല. പിന്നെ ദുബായിൽ നിന്ന് ഓസ്ട്രേലിയ ആയി, കാനഡ ആയി, ന്യൂസിലൻഡായി, പാപ്പുവാഗിനിയായി, അമേരിക്ക പോലെ ഇപ്പോൾ ആകർഷണീയമല്ലാതെ മറ്റനേക രാജ്യങ്ങളിലേക്ക് പോകത്തക്കവണ്ണമുള്ള വിദ്യാഭ്യാസമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച് അങ്ങനെയൊക്കെയുള്ള വളർച്ച വളരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിലും വളരെ മാറ്റങ്ങളുണ്ടായി. എല്ലാ പള്ളികളും ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ പള്ളികൾ ഒരു 75% പള്ളികളെങ്കിലും പുതുക്കി പണിതിട്ടുണ്ട്. എൻ്റെ ഇടവക ചേപ്പാടാണ്. ചേപ്പാട്ട് പള്ളി പുതുക്കിയില്ല, പഴയ പോയി തന്നെ നിൽക്കുകയാണ്. എന്നാൽ 75% നമ്മുടെ ദേവാലയങ്ങൾ പുതിയ പുതുക്കിപ്പെടുന്ന ദേവാലയങ്ങളായി. അതെല്ലാം കഴിഞ്ഞ ഒരു 30-40 വർഷത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ മോട്ടോർ സൈക്കിളിൽ ചില പള്ളികളിൽ പോയി കൺവെൻഷന് പ്രസംഗിച്ചിട്ടുള്ള പള്ളികൾ ഇപ്പോഴാ പള്ളികളിൽ ചെല്ലാമെങ്കിൽ വലിയ പള്ളികൾ എല്ലായിടത്തും ടൈൽസും ഒക്കെ ഇട്ട് വെള്ളം ഭൂമിയിലോട്ട് ഇറങ്ങിപ്പോകാതെ വെള്ളം കോൺക്രീറ്റ് ചെയ്ത് മനോഹരമാക്കി. അത് പ്രകൃതിക്ക് അനുകൂലമാണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇതൊക്കെ ഇന്നത്തെ ലോകത്ത് നടക്കുന്നതായതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ അനുകരിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഈ വളർച്ച ആരോഗ്യകരമായി പരിണമിച്ചോ അതോ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വർദ്ധിച്ചോ എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ട ഒരു കാലം വളരെ ആയി. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വിവാഹം
സുഖകരമായി സന്തോഷകരമായി പോകുമോ എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയില്ലാത്തവരുണ്ടെങ്കിൽ ഭാഗ്യം. എനിക്ക് 3 മക്കളുണ്ട്, 2 പേരുടെ കല്യാണം കഴിഞ്ഞു, ഇനി ഒരാളിന്റെ കല്യാണം നടത്താനുണ്ട്. ആശങ്ക അല്പമെങ്കിലും എനിക്കും ഇല്ലാതെ ഇല്ല. പിന്നെ ഒരു മകളെ ഒരു അച്ഛനാ കല്യാണം കഴിച്ചത്, അതുകൊണ്ട് കുഴപ്പം വരത്തില്ല, കഴിച്ചു പോകത്തില്ലെന്നൊക്കെ ഞാനങ്ങ് വിചാരിക്കുക. ഏതായാലും ആരുടെ ഭവനങ്ങളിലും ഈ വിവാഹമോചനവും വിവാഹ തകർച്ചയും എത്തിച്ചേരാനുള്ള സാധ്യത അത് എന്റേതുൾപ്പെടെ നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ നിലനിൽക്കുന്നു. മുമ്പ് കാലത്ത് നമ്മുടെ മാതാപിതാക്കളുടെ ആശങ്ക ഒരു വിവാഹം ഒത്തുവന്ന് നടത്തിക്കിട്ടുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ നടത്തിക്കിട്ടുന്നതിനേക്കാളും ആശങ്ക ഇത് ജീവിതാവസാനം വരെ നിൽക്കുമോ എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ട്. ഈ ആശങ്ക നമ്മള് ചെറുതായിട്ട് എടുത്താൽ പോരാ. ഇത് ഉണ്ടാകുന്നതിന്റെ പുറകിലുള്ള ചില വസ്തുതകൾ നമ്മളൊന്ന് വിശകലനം ചെയ്ത് കൊള്ളാം. ഒന്ന്, നമ്മുടെ കുട്ടികളെ അവരുടെ സാംസ്കാരിക ആധ്യാത്മിക പൈതൃകത്തിൽ നിന്ന് അകന്ന ഒരു വിദ്യാഭ്യാസത്തിലാണ് നമ്മുടെ കുട്ടികൾ വളരെ നിർബന്ധിതരായിരിക്കുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയില്ല, ജീവിത സാഹചര്യം പറയാറ്. അത് ഗൾഫിൽ മാത്രമല്ല, ഇവിടെയാണെങ്കിലും കൊള്ളാം, കേരളത്തിലാണെങ്കിലും കൊള്ളാം. കുട്ടികളുടെ ചിന്താമണ്ഡലം, അവർക്കൊക്കെ ഒരു മൈൻഡിന്റെ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. അപ്പൊ നമ്മുടെ ഒരു ട്രഡീഷണൽ അതിലെ മൂല്യങ്ങളെല്ലാം ആബ്സല്യൂട്ടായിട്ട് ഇൻവാലിബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമ്മുടെ മുൻ തലമുറയ്ക്ക് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫ്രെയിം വർക്കിലാണ് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ വളരുന്നത്. അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം അമേരിക്കൻ സംസ്കാരത്തെ വളരെ വിമർശിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് നോം ചോസ്കി എന്ന് പറയുന്ന ആൾ. നോം ചോസ്കിയുടെ ചിന്തകള് വളരെ ലോകത്ത് ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഈ നോം ചോസ്കി പറയുന്നുണ്ട്, ഈ കുട്ടികളുടെ വ്യക്തിത്വത്തിന്റെ തകർച്ച ആരംഭിക്കുന്നത് അതേ ഭാഷയും മനുഷ്യന്റെ ചിന്തയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് ലോകമെമ്പാടും ഈ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം വന്നു കഴിഞ്ഞപ്പോഴേ കുട്ടി ചിന്തിക്കുന്ന ഭാഷയും കുട്ടി പഠിക്കുന്ന ഭാഷയും രണ്ടാകും. ഇത് കുട്ടികളിൽ ഡീപേഴ്സണലൈസേഷൻ, മാനവീകരണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിഗമനം. അതായത് ലോകമെമ്പാടും മനുഷ്യന് ചിന്തിക്കുന്ന ഭാഷയിൽ പഠിക്കണം. അതുകൊണ്ട് വേറെ ഭാഷ പഠിക്കേണ്ട എന്നുള്ളതല്ല, വേറെ ഭാഷ എല്ലാം പഠിക്കണം. എത്രയും ഭാഷ സ്വായത്തമാക്കാമോ അത്രയും നല്ലതാണ്. പക്ഷെ മനുഷ്യന്റെ വ്യക്തിത്വത്തിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവന്റെ സാംസ്കാരികമായ മൂല്യങ്ങളോട്, അവന്റെ തനത് മൂല്യങ്ങളോട് അവന് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ ചിന്തിക്കുന്ന ഭാഷയിൽ അവൻ പഠിക്കാനിടയാണ്. ഗൾഫ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. അവരേത് ഭാഷയിലാണ് ചിന്തിക്കുന്നതെന്ന് മാതാപിതാക്കൾക്ക് വല്ല പിടിയുണ്ടോ? നിങ്ങൾ വലിയ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ചിന്താഭാഷ ഏതാ? അവർ മലയാളത്തിലാണോ അവർ ചിന്തിക്കുന്നത്? അവർ ഇംഗ്ലീഷിലാണോ ചിന്തിക്കുന്നത്? കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, എല്ലാവരും കൊണ്ടുവന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വിടുന്നത്. പക്ഷേ കുട്ടികൾ ചിന്തിക്കുന്ന ഭാഷ മലയാളവും പഠിക്കുന്ന ഭാഷ ഇംഗ്ലീഷും ആകുകയാണ്. അപ്പൊ അത് ഈ കുട്ടികളുടെ വ്യക്തിത്വത്തിന് വളരെ അധികമായി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഈയിടെ കേട്ടു, തിരുവനന്തപുരത്തുള്ളൊരു കൊച്ചു കുഞ്ഞിനെ LKG-യിലും UKG-യിലും ഒക്കെ കൊണ്ടുവിട്ട് പഠിപ്പിച്ചു. കുട്ടി വീട്ടിൽ വരുമ്പോൾ മലയാളം സംസാരിക്കും, മലയാളം നല്ലവണ്ണം അറിയാം. അത് കഴിഞ്ഞിട്ട് 2 മുതലോ പഠിക്കുമ്പോഴാണ് കുട്ടിക്ക് ദേഷ്യം വന്നപ്പോഴേ കുട്ടി അന്നേരം ഡാഡിയെ വിളിക്കാൻ ഉപയോഗിച്ച വാക്ക് സ്റ്റുപ്പിഡ് ഡാഡ്. അപ്പൊ അതിന് കുട്ടി ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചു. അപ്പൊ ഈ കുട്ടിക്ക് ഈ വാക്ക് സ്റ്റുപ്പിഡ് ഡാഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേ ഈ കുട്ടിയുടെ മനസ്സില് ഈ സ്റ്റുപ്പിഡ് എന്ന് ഉപയോഗിക്കേണ്ടതാണോ ഉപയോഗിക്കേണ്ടതാണോതിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല. കാര്യം അതിൻ്റെതായിട്ടുള്ള അർത്ഥതലങ്ങളിലേക്ക് ആ കുട്ടി പ്രവേശിച്ചില്ലായിരിക്കാം. കുട്ടി വിചാരിച്ചാൽ ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന വാക്കായിരിക്കാം. അതുകൊണ്ട് എനിക്ക് പറയാം. അപ്പൊ ഈ കുട്ടികളുടെ ചിന്തകളിൽ വളരെ അധികമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ പെരുമാറ്റ വൈകൃതങ്ങൾ വളരെ കൂടുതലാണ്. എൻ്റെ വിഷയം കൗൺസിലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അറിയാം, കുട്ടികളെ എൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കുമ്പോഴേ
എനിക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, കുട്ടികളുടെ ചിന്താമണ്ഡലം വളരെ വ്യത്യസ്തമാണ്. മാതാപിതാക്കൾ ചിന്തിക്കുന്ന പോലെ അല്ല കുട്ടികൾ ചിന്തിക്കുന്നത്. കുട്ടി ചിന്തിക്കുന്നത് എന്താണെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല, മാതാപിതാക്കളുടെ ചിന്ത കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. ഇത് വളരെ അർത്ഥവത്താണ്. ഒരു കുടുംബ പ്രശ്നം കൈകാര്യം ചെയ്തപ്പോഴേ എനിക്ക് ബോധ്യമായ ഒരു സംഗതി, ഈ നോം ചോംസ്കിയുടെ ഭാഷാ സിദ്ധാന്തം എനിക്ക് വളരെ അർത്ഥവത്തായിട്ട് തോന്നി. ഇവരെ കുടുംബ പ്രശ്നം എന്നോട് കൈകാര്യം ചെയ്യുകയാണ്. ഈ പെൺകുട്ടി സംസാരിക്കുന്നത് നല്ല ഇംഗ്ലീഷ് ഭാഷയിൽ, ഈ കൊച്ചൻ സംസാരിക്കുന്നത് നല്ല മലയാള ഭാഷയിൽ. ഞാൻ രണ്ടുപേരുടെയും ഭാഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരുടെ പ്രശ്നത്തിന്റെ അടിത്തറ എവിടെ കിടക്കുന്നറിയാമോ? ഇവരുടെ മൈൻഡ് സെറ്റിലാണ് കിടക്കുന്നത്. ഇവൻ മലയാള ഭാഷ സംസാരിക്കുന്നു പറയുമ്പോഴേ അവന്റെ മനസ്സിലെ കുടുംബ സങ്കല്പത്തെ കുറിച്ചുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഭാവത്തിൽ നിന്നാണ് അവന്റെ എല്ലാ ആർഗ്യുമെന്റും. അത് ഈ പെൺകുട്ടിക്ക് മനസ്സിലാകില്ല. അവൾ ചിന്തിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്, അവൾ പറയുന്ന ഭാഷയും ഇംഗ്ലീഷാണ്. അപ്പൊ അവളുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആണ്. മലയാളത്തിന്റെ രീതിയിൽ വെച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ ഈ കൊച്ചു പറയുന്ന വളരെ സില്ലിയായ കാര്യങ്ങളാണ്. എനിക്ക് തോന്നിയത് ഈ കുട്ടി വളരെ സില്ലിയായ കാര്യങ്ങളാണ് വലിയ കുടുംബ പ്രശ്നമായിട്ട് എടുത്തു പറയുന്നത് എനിക്ക് തോന്നി. പക്ഷെ കുട്ടിയുടെ മൈൻഡ് സെറ്റിൽ അത് സില്ലി അല്ല. കുട്ടിയെ കുറ്റം പറയുന്ന കാര്യമില്ല, ഇവനെ കുറ്റം പറയുന്ന കാര്യമില്ല. ഇവൻ മലയാളത്തിന്റെ, അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, പക്ഷെ അവന്റെ സ്പോണ്ടേനിയസ് ആയിട്ട് അവൻ എക്സ്പ്രസ് ചെയ്യാൻ ഒക്കുന്നത് മലയാള ഭാഷയാണ്. അവിടെ എന്റെ ഇടയ്ക്ക് വർത്താനം പറയുമ്പോഴും അവൻ മലയാളത്തിലും അവൾ ഇംഗ്ലീഷിലും സംസാരിക്കും. അപ്പൊ ഈ കുട്ടികളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് മാതാപിതാക്കൾ തിരിച്ചറിയാനായിട്ട് ഒരു ശ്രമം നടത്തണം. ഏതെങ്കിലും ബെസ്റ്റായ ഒരു സ്കൂളിൽ കൊണ്ടുവന്ന് അഡ്മിഷൻ വാങ്ങിച്ചു കഴിയുമ്പോൾ എല്ലാം ശരിയായെന്ന് വിചാരിച്ചാൽ ഈ കുട്ടികളുടെ മൂല്യബോധം രൂപപ്പെടുന്നത് എന്താണ്, ജീവിതത്തെ കുറിച്ചുള്ള അവരുടെ വീക്ഷണം എന്താണ്, അവരുടെ കാഴ്ചപ്പാട് എന്താണ്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായി മാതാപിതാക്കൾക്ക് സാധിച്ചിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അനധിവിദൂര ഭാവിയിൽ ഈ കുട്ടികളുടെ വളർച്ചയിൽ ഒട്ടേറെ വൈകല്യങ്ങളും, ചിലപ്പോൾ ആ കുടുംബത്തിൽ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ മാനസികമായ മെന്റൽ ബാലൻസിങ് ഇല്ലാത്ത ഒട്ടേറെ പിള്ളേർക്ക് ഉണ്ടായി വരുന്നത് അവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ 2-3 പല വിഷയങ്ങളോട് ഞാൻ ആ ഭാഗം കിട്ടുകയാണ്. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഈ ഗൾഫ് നമ്മുടെ സഭയും സമൂഹത്തെയും ഒട്ടേറെ സഹായിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങൾ പറയുന്നത് ക്ഷമിക്കണം, ഒരു പൊങ്ങച്ച സംസ്കാരവും അതിൻ്റെ കൂടെ ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് തിരിച്ചറിയാം. ഒരു പൊങ്ങച്ചത്തിന്റെ സംസ്കാരം. ഞാൻ വളരെ പച്ചയായ കാര്യങ്ങൾ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കുക. കാര്യം ഈ ഉരുട്ടിപ്പരത്തി പറയാൻ എനിക്ക് അറിയാൻ വയ്യ. ഉള്ള കാര്യം നേരെ പറയാനുള്ളതല്ലാതെ എനിക്ക് ഒരു സാഹിത്യ ഭാഷയും വശമില്ല. വളരെ സിമ്പിളായി ഉള്ള കാര്യം നേരെ പറയുന്ന ഒരു ശൈലിയാണ് എനിക്കുള്ളത്. ഒരു വീട്ടിൽ അമ്മ മരിച്ചു കിടക്കുന്ന സമയം ഞാനും ആ വീട്ടിൽ ചെന്നു. ആ വീട്ടില് ഏതായാലും ദുബായ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് കേട്ടോ. ഗൾഫിൽ നിന്ന് ഒരു മകൻ വന്നു. അമ്മ മരിച്ചു കിടന്നിടത്ത് സഹോദരങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോഴേ ഈ മകൻ അവിടെ നിന്ന് വളരെ അസ്വസ്ഥനാവുകയാണ്. എന്ത്, അമ്മ മരിച്ചതിന്റെ ദുഃഖമല്ല ഈ പുള്ളിക്കുള്ളത്, ശവോടൊപ്പനൊരു മെത്രാച്ചനെ കിട്ടി. അദ്ദേഹം പറയാണ്, എന്നോട് ഇവരാരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഗൾഫിൽ നിന്ന് എനിക്ക് ഇന്നേ മെത്രാച്ചനെ അറിയാം, മറ്റേ മെത്രാച്ചനെ അറിയാം, ഞാൻ ആരെ വേണേലും വിളിച്ച് ഇവിടെ എത്ര പേരെ കൊണ്ടു, ഇവരൊന്നും ചെയ്തില്ല. പുള്ളി അങ്ങ് വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കുകയാണ്. എന്റെ മനസ്സിൽ കൂടെ കടന്നു പോയി, ഇദ്ദേഹത്തിന്റെ അമ്മ മരിച്ചതിന്റെ ദുഃഖത്തെക്കാൾ അദ്ദേഹത്തിന്റെ ദുഃഖം ശവടത്തിന് ഒരു മെത്രാച്ചനെ കിട്ടിയില്ല എന്നതാണ്. എല്ലാവരും അങ്ങനെയൊന്നും പറയുന്നില്ല. ഒരല്പം പൊങ്ങച്ചം നമ്മുടെ ഈ സംസ്കാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്രയും പൊങ്ങച്ചം നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലമായെന്നാണ് എൻ്റെ വിചാരം. പല ആൾക്കാരുടെ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു അനുഭവങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ പങ്കാളികളാവുന്നവര് നിങ്ങൾ വിചാരം ഞങ്ങളെയൊക്കെ വിളിച്ചു കഴിയുമ്പോഴേ ഞങ്ങളൊക്കെ വരും, അതിലൊക്കെ പങ്കുചേർന്നാൽ ഞങ്ങൾ കൈമുത്തം വാങ്ങിച്ച് ഞങ്ങളും പോയെന്നിരിക്കും. പക്ഷേ അന്നേരവും ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു പറച്ചിൽ, ഒരു
ഒരു ചിന്ത ഉണ്ടാകാറുണ്ട്, ഇത്രയും പൊങ്ങച്ച ആവശ്യമായിരുന്നോ എന്നുള്ളത്. ഞാനധികം പോകാൻ എനിക്ക് സമയം കിട്ടാറില്ല, പോകുന്നുമില്ല. എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ അത്യാവശ്യം പോകേണ്ടി വരുമ്പോൾ ഇതുപോലെയുള്ള, അതുകൊണ്ട് ഈ പൊങ്ങച്ച സംസ്കാരത്തിന് നമ്മൾ അതിനെക്കുറിച്ചൊരു പുനർചിന്തന ആവശ്യമാണെന്നാണ് എൻ്റെ വിചാരം. മൂന്നാമത് എനിക്ക് ഉള്ള ഒരു വിചാരം, ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ഒരു ഇന്റിമസിയുടെ തലം. അത് നിങ്ങളെ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയല്ല, ഗൾഫ് സംസ്കാരത്തിൽ ഉണ്ടായത് നമ്മുടെ ട്രഡീഷണലായ ചില കാര്യങ്ങളിൽ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു വ്യക്തമായ ഉൾക്കാഴ്ച ഈ കുടുംബങ്ങൾക്കില്ല. ഉദാഹരണം പറഞ്ഞാല്, പഴയ നമ്മുടെ രീതി അനുസരിച്ച് ഗ്രഹനായകനാണ് വീടിന്റെ നായകൻ, വീടിന്റെ നായകൻ. ഗ്രഹനാഥ എന്ന് പറഞ്ഞാലും ഈ നായകന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളവർ, അത് ശരിയാണെന്ന് ഞാൻ പറയാറില്ല കേട്ടോ. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടായിരുന്നു, ഈ നായകനാണ് ബ്രെഡ് വിന്നർ, സമ്പത്തിന്റെ ഉടമ. നായികയ്ക്ക് അന്ന് പണം കയ്യിലില്ല. അപ്പൊ ഈ ആധുനിക ജീവിതം, അത് ഗൾഫിൽ മാത്രമല്ല നാട്ടിലും, രണ്ടുപേരും പണം സമ്പാദിക്കുന്നവരാണ്. അപ്പൊ ഈ പണം സമ്പാദിച്ച് ഭാര്യയും പണം സമ്പാദിക്കുന്നു, ഭർത്താവും പണം സമ്പാദിക്കുന്നു. അപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൾച്ചറിൽ വ്യക്തമായി ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരുന്നു. ഭർത്താവ് കുടുംബത്തിന്റെ പുറമെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നു, ഭാര്യ വീട്ടിനകത്തെ കാര്യങ്ങൾ നോക്കുന്നു. അവിടെ അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല, റോൾ കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിന് പോരായ്മയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിന് ഒത്തിരി പോരായ്മകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ മാറ്റം വന്നു കഴിഞ്ഞപ്പോഴേ നമുക്കൊരു സിസ്റ്റം ഇല്ലാതെയായി. പല കുടുംബങ്ങൾക്കും ഒരു സിസ്റ്റം ഇല്ല. ഏതാണ് സിസ്റ്റം? ചില പുരുഷന്മാർ പറയുന്നത്, ഞങ്ങൾ തന്നെയാണ് ഇപ്പോഴും കുടുംബത്തിലെ നായകന്മാര്, നീ സമ്പാദിച്ചുകൊണ്ട് വന്നെന്നുണ്ടെങ്കിൽ നീ അവിടെയും ജോലി ചെയ്യണം, വീട്ടിനകത്തും ജോലി ചെയ്യണം. അതാ ചില പുരുഷന്മാരുടെ മനോഭാവം. ഞങ്ങള് ഓഫീസിൽ നിന്ന് വന്നിട്ട് പത്രവും വായിച്ച് ഞങ്ങളിവിടെ ടി വി കണ്ടുകൊണ്ട് ഇവിടെ മലന്ന് ഞങ്ങളിവിടെ കിടന്നോളാം, നീ ഓഫീസിലും ജോലി ചെയ്യണം, വീട്ടിൽ വന്നിട്ടും ജോലി ചെയ്യണം. അപ്പൊ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ, അതോ സ്ത്രീയുടെ സ്വാതന്ത്ര്യം കുറച്ചുകൂടെ താഴോട്ട് പോയോ? ഇവിടെ എല്ലാവരും പറയുന്നത് സ്ത്രീക്ക് ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടായെന്നാണ്. പക്ഷെ സ്ത്രീ ചില സന്ദർഭങ്ങളിൽ, ചില കുടുംബങ്ങളിൽ വളരെ കൂടുതൽ ദുരിതം അനുഭവിക്കുകയാണ് പഴയ കാലത്തേക്കാളും. കാര്യം, അവൾ പുറത്തു പോയി ജോലി ചെയ്യണം, വീട്ടിൽ വന്ന് പിള്ളേരെ നോക്കണം, അത് കഴിഞ്ഞ് ഭർത്താവിനെ നോക്കണം, എല്ലാം ചെയ്യണം. ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ പ്രശ്നങ്ങളായി. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഈ കുടുംബ ബന്ധങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന കുടുംബങ്ങൾ വളരെ വളരെ പരിമിതമാണ്. ചില നല്ല പുരുഷന്മാരുണ്ടെന്ന് മനസ്സിലാക്കി ഭാര്യ പുറത്തു പോയി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയും അവളോട് കൂടെ സഹകരിക്കുകയും രണ്ടുപേരുടെ ചേർന്ന് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും വീടിന്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ചില പുരുഷന്മാരുണ്ട്. പക്ഷെ നല്ല പങ്ക് വീടുകളിലും ഇതിനെക്കുറിച്ചൊരു ധാരണയൊന്നും ഇല്ല. അവര് ധാരണയൊന്നുമില്ലാതെ എങ്ങനെയൊക്കെയോ അങ്ങ് കഴിഞ്ഞു പോവുകയാണ്. ഇതാണ് റോൾ കൺഫ്യൂഷൻ. വീട്ടിനകത്ത് റോൾ കൺഫ്യൂഷൻ വളരെ വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അത് പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു ഇപ്പോഴും. പിന്നെയുള്ള പരിഹരിക്കപ്പെടാത്ത വിഷയമാണ്, ആരാണ് വീട്ടിൽ ഭരിക്കേണ്ടത്? ഭർത്താവാണോ ഭരിക്കേണ്ടത്? ഭാര്യയാണോ ഭരിക്കേണ്ടത്? ഭാര്യയും ഭർത്താവും കൂടാണോ ഭരിക്കേണ്ടത്? ഈ പറഞ്ഞ പവർ പ്രോബ്ലം, ആരിലാണ് പവർ ഉണ്ടായിരിക്കേണ്ടത്? ഈ പ്രോബ്ലവും കുടുംബങ്ങളിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സമയപരിമിതിയോട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് എടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ വിഷയമുള്ളതാണ് ഈ പണം കൈകാര്യം ചെയ്യുന്നതിലെ പ്രശ്നവും. പണം കൈകാര്യം ചെയ്തതിൽ പണ്ട് കാലത്ത് പുരുഷനാണ് പണം സമ്പാദിക്കുന്നത്, അവിടെ പുരുഷൻ മുഴുവൻ പണം ചെലവഴിക്കാൻ അർഹതയും അല്ലെങ്കിൽ ചെലവഴിക്കുമായിരുന്നു. കാര്യമായൊന്നും മിണ്ടത്തില്ല, പോട്ടെ എന്ന് വെച്ചു. ഇപ്പൊ സ്ത്രീകൾ അധ്വാനിച്ച് പണം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകൾക്ക്
ഒരു ഡിമാൻഡ് ഉണ്ട്. ഈ പണം ചെലവഴിക്കപ്പെടുന്നതിൽ ഞാനും കൂടെ പങ്കാളിയാകണം. ചില പുരുഷന്മാർ അത് മാനിക്കാൻ തയ്യാറല്ല. നീ ഉണ്ടാക്കുന്ന പണം കൂടെ കൈകാര്യം ചെയ്യാൻ എനിക്കാണ് അവകാശം, ഞാനതന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുകയില്ല. ചില സ്ത്രീകൾ അങ്ങ് വിധേയപ്പെട്ടു പോയാലും അവരുടെ മനസ്സ് ഈ പുരുഷനോട് എല്ലാ സമയവും റെബല്യസ് ആയിട്ട്, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന എന്റെ പണം കൈകാര്യം ചെയ്യുമ്പോൾ അയാൾക്ക് തോന്നിയത് പോലെ അയാൾ അയച്ചു കൊടുക്കുന്നു, അയാൾ തോന്നിയ പോലെ ചെയ്യുന്നു, എന്നോട് ആലോചിക്കുന്ന പോലും ഇല്ല എന്ന് വീർപ്പ് മുട്ടി കഴിയുന്ന സ്ത്രീകളുണ്ട്. വേറെ ചില സ്ത്രീകൾക്ക് ഇതറിയാമോ? ഇപ്പൊ സൗകര്യമില്ല കൊണ്ട് തരാൻ, എന്റെ കയ്യിലുള്ള പണം എന്റേതാണ്, പിന്നെ കുറച്ചങ്ങോട്ട് തരുമ്പോൾ അത് വേണമെങ്കിൽ വെച്ച് ചെലവഴിച്ചോളണം. അത് ഇയാളുടെ പുരുഷന്മാർക്ക് പിടിക്കത്തില്ല. നിനക്കപ്പോ കാശിന്റെ അഹങ്കാരമായില്ലേ? അപ്പോൾ ഈ പണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് മിക്ക കുടുംബങ്ങൾക്കും നല്ല ഒരു ക്രിസ്തീയ അടിസ്ഥാനം ഉണ്ടായിട്ടില്ല, ധാരണ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് കഴിഞ്ഞു പോകുന്നു. അവിടെയും പുതിയ ഫോർമുലകൾ, നല്ല ഫോർമുലകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയ കുടുംബങ്ങളിൽ അതിന് ചില ക്രിസ്തീയമായ അടിസ്ഥാനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് നമുക്കുണ്ടായിട്ടില്ല. അനേക കുടുംബങ്ങളിൽ ഈ പണം ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങൾ നിലവിലുണ്ട്. അത് അമേരിക്കയിൽ ചെല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചില കുടുംബങ്ങളൊക്കെ അവരങ്ങ് എഗ്രിമെന്റിലായിട്ടുണ്ട്. അതെന്നറിയാമോ? രണ്ടുപേരുടെ എഗ്രിമെന്റ്, രണ്ടുപേർക്കും രണ്ട് അക്കൗണ്ടാണ്. ഭർത്താവിന്റെ കയ്യിൽ എന്തോണ്ടെന്ന് ഭാര്യയ്ക്ക് അറിയത്തില്ല, ഭാര്യയുടെ എന്തോന്ന് ഭർത്താവ് അറിയത്തില്ല, ചോദിച്ചാലൊന്ന് പറയത്തുമില്ല. പിന്നെ രണ്ടുപേരുടെ ചില കാര്യങ്ങൾ ചെയ്യും. വീടിന്റെ വാടക ഞാൻ കൊടുക്കാം, കൊച്ചുങ്ങളുടെ ഫീസ് നീ കൊടുക്ക, പച്ചക്കറി ഞാൻ വാങ്ങിക്കാം, നീ വാങ്ങിക്ക, ടെലിഫോണിന്റെ ഞാൻ കൊടുക്കാം, ഇലക്ട്രിസിറ്റിയുടെ നീ കൊടുക്ക. ഇങ്ങനെ മ്യൂച്വൽ ജെന്റിൽമെൻസ് എഗ്രിമെന്റ് ഉണ്ടാക്കി ജീവിക്കുന്ന കുടുംബങ്ങൾ ഞാൻ പാശ്ചാത്യ അമേരിക്കയെ കണ്ടിട്ടുണ്ട്. ഗൾഫിൽ ഞാൻ അത്ര നാളധികം പലപ്പോഴും പോയിട്ട് ഉടനെ പോന്നിട്ടുള്ളതല്ലാതെ അവിടെ അധികം താമസിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്കറിയാൻ വയ്യ വീടുകളിൽ എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഒന്ന് എനിക്കറിയാം, അവിടെയും കുടുംബങ്ങൾക്ക് വ്യക്തമായ യോജിപ്പോ ധാരണയോ ഇല്ലാത്തത് മൂലം അനേക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കുട്ടികളെ വളർത്തുന്നതിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാട് പുലർത്തുന്നത് മൂലം കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് കുട്ടികളെ വളർത്തുമ്പോഴേ ചില ഭവനങ്ങളിൽ അമ്മമാര് വളരെ ട്രഡീഷണൽ ആയിരിക്കും. അവർ കുട്ടിയെ വളർത്തേണ്ടത് ഇങ്ങനെ ആയിരിക്കണമെന്ന് അവർക്ക് നിർബന്ധം. ചില കുടുംബങ്ങളിൽ ഭർത്താക്കന്മാരായിരിക്കാം ട്രഡീഷണൽ ആയിട്ടുള്ളത്. അവർ പറയുന്നത് കുട്ടിയെ ഇങ്ങനെ വളർത്തണം. അപ്പൊ ഭാര്യമാർ കുറച്ചുകൂടെ മോഡേൺ ആയിരിക്കും. ഇവരുടെ രണ്ടുപേരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ കുട്ടികളെ വളർത്തുമ്പോഴേ കുട്ടികൾക്ക് വ്യക്തമായ ഒരു ധാരണയും കിട്ടുന്നില്ല. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാൻ വയ്യാതെ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ്. പല ഭവനങ്ങളിലും ഈ പറഞ്ഞ വാല്യൂ കോൺഫ്ലിക്ട്സ് മാതാപിതാക്കൾ ഉള്ളത് കുട്ടികളിലോട്ടായി കുട്ടികളും വളരെയധികമായ സംഘർഷങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള പ്രശ്നങ്ങളാണ്. പിന്നെ നമുക്ക് ഈ രണ്ടു കൂട്ടർക്കും ജോലിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴുള്ള മറ്റൊരു വലിയ കുഴപ്പം, ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല. ഭാര്യയെ കേൾക്കാൻ ഭർത്താവിന് സമയമില്ല, ഭർത്താവിനെ കേൾക്കാൻ ഭാര്യയ്ക്ക് സമയമില്ല, പിള്ളേരെ കേൾക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. അതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നറിയാമോ? കുട്ടികൾ അവരെ ഏകാന്തതയിലുള്ള ഉല്ലാസത്തിലേക്ക് തിരിയും. ഇന്ന് കുട്ടികൾ മീഡിയകളുടെ പുറകെ പോകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയണം. പഴയ കാലത്തെ കുട്ടികൾക്ക് കളിക്കാൻ കൂട്ടുകാരും പ്രകൃതിയും എല്ലാം അവർക്ക് ഒപ്പിട്ടുണ്ടായിരുന്നു. അവധിക്കാലം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ. മാർച്ച് 31 വരുമ്പോഴേ എന്റെയൊക്കെ ബാല്യത്തിലെ ഞാൻ ഓർക്കുന്നു, ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് മാർച്ച് 31. പിന്നെ 2 മാസക്കാലം എന്തോ ഒരു സന്തോഷമാണ്. പന്ത് കളിക്കാനും ഊഞ്ഞാലിടാനും അല്ലെങ്കിൽ എല്ലാത്തിനും. പിന്നെ പുസ്തകമില്ല, വള്ളിക്കൂടമില്ല, ഒന്നുമില്ല, പരമ സന്തോഷമാണ്. കുട്ടികളിൽ നിന്ന് നമ്മള് ഈ കുഞ്ഞുങ്ങൾക്ക് ഉള്ള സന്തോഷം നമ്മളിങ്ങ് എടുത്തു കളഞ്ഞു. ഈ കുഞ്ഞുങ്ങൾക്കുള്ള സന്തോഷം എടുത്തു കളഞ്ഞേച്ച് നമ്മളെല്ലാവരും അവരുടെ മേലെ കൊണ്ട് പടി അതങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് കൊച്ചുങ്ങളെ കുറിച്ചുള്ള സംസാരം എന്താ? അമ്മമാർ അടുത്തുകൊണ്ട് സംസാരിക്കുന്നത് എന്താ? എന്റെ കൊച്ചുകുഞ്ഞ് ക്ലാസ്സിൽ 1ാമത്തെ റാങ്കോ, ഫസ്റ്റ് റാങ്കോ. അപ്പൊ അടുത്ത അമ്മ ചോദിക്കുക, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG.
LKG ഫസ്റ്റ് റാങ്ക് വലിയ കാര്യമാണ്. അപ്പൊ ഇതിങ്ങോട്ട് നമുക്കായി നമ്മൾ ഈ കുട്ടികളെ ഇങ്ങനെ ഈ പുസ്തകവുമായിട്ട് അങ്ങോട്ട് ബന്ധിപ്പിച്ചു റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ സ്വാഭാവികമായ ഒരു ഉല്ലാസമുണ്ട്, അത് നമ്മൾ ഇങ്ങനെ എടുത്തു കളഞ്ഞു. അപ്പൊ പിള്ളേർക്ക് അറിയാമോ, അവർ കൃത്രിമമായ സന്തോഷങ്ങളിലേക്ക് പോയി. അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലുണ്ട്, അതിനകത്ത് കമ്പ്യൂട്ടറുണ്ട്, അല്ലെങ്കിൽ നെറ്റുണ്ട്, അതിനകത്ത് ഗെയിംസ് ഉണ്ട്. ആദ്യകാലത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ ഗെയിമൊക്കെ കളിച്ചു തുടങ്ങി, സ്വയം അവരുടെ സമയം സന്തോഷത്തിൽ ചെലവഴിച്ചു തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേർ മനസ്സിലായി, ഇതിനകത്ത് ഗെയിം മാത്രമല്ല, ഇതിനകത്ത് ഇനിയും കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. അവിടെ ചാറ്റിങ്ങിനുള്ള സൗകര്യമുണ്ട്, അവിടെ ബ്ലൂ മൂവീസ് കിടപ്പുണ്ട്, ഓൺ മൂവീസ് കിടപ്പുണ്ട്. ഇതൊക്കെ എനിക്ക് ആസ്വദിക്കാം. ഏകാന്തതയിലുള്ള ആസ്വാദനത്തിലേക്ക് കുട്ടികൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ നല്ലൊരു ഉത്തരവാദിത്വം നിങ്ങൾക്കും എനിക്കുണ്ട്. അവർക്ക് സ്വാഭാവികമായ ഒരു സന്തോഷം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എനിക്ക് സാധിക്കില്ല. അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയിട്ടില്ല. ആ കൊച്ചുകുഞ്ഞുങ്ങളുടെ ഉല്ലാസം, അവർക്ക് ന്യായമായിട്ടുള്ള ഉല്ലാസം ആ കൊച്ചുകുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. ആ ഉല്ലാസം നമ്മൾ അവരെ എടുത്തു കളഞ്ഞിട്ട് നമ്മൾ കൃത്രിമമായിട്ടുള്ള അനുഭവത്തിലേക്ക് അവരെ തള്ളിവിടും. അതുകൊണ്ട് കുട്ടികളുടെ വൈകൃതങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പനും അമ്മയും തമ്മിൽ സംസാരിക്കാൻ പോലും സമയമില്ല. കൗൺസിലിംഗിൽ എനിക്ക് പല കാര്യങ്ങൾ പറയാനുള്ളതിൽ ചില അമ്മമാർ വന്ന് ചെന്നോട് ഒട്ടേറെ സമയം സംസാരിക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട് ചില ഭർത്താക്കൾ അവരോട്, വീട്ടിൽ ഭർത്താവില്ലേ, എന്തുകൊണ്ട് ഈ ഭർത്താവിനോടൊന്ന് ഷെയർ ചെയ്തുകൂടാ? അപ്പൊ ഈ സ്ത്രീകൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? അച്ഛൻ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, പൊട്ടനായത്. ഭർത്താവിനെ പൊട്ടനെന്നാ പറയുന്നത്. ഇതുപോലെ തന്നെ ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കഥ പറയും, അയ്യോ വീട്ടിൽ ഭാര്യയില്ലേ, ഭാര്യയോടൊന്ന് പങ്കിടരുതോ? അച്ഛാ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, പൊട്ടിയ. എന്ത് കമ്മ്യൂണിക്കേഷനാ വീടുകളിൽ നടക്കുന്നത്? ഭാര്യ ഭർത്താവും എല്ലാവർക്കും ഗൾഫിൽ പോയി കുറെ പേര് വലിയ വീടും പണവും വലിയ കാറും ഒക്കെ ആയപ്പോൾ അതുപോലെ താങ്കൾക്കാകണമെന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് പോകുന്നത് ആവശ്യമില്ല. പ്രിയരെ, താരതമ്യം ചെയ്യാൻ പോകരുത്. ഓരോരുത്തർക്കും ഓരോ വഴിയാണ് ദൈവം തന്നിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? താരതമ്യമാണ് പ്രശ്നം. ഇവിടെ പാടുന്നതിനെ നിർത്താൻ വേണ്ടിയാണ് ഈ നിർത്തിയേക്കാണോ മ്യൂസിക് ഒക്കെ ഇടുന്നത്? അപ്പുറത്ത് ആരെങ്കിലും ചുമതലക്കാർ പറഞ്ഞാൽ മതി, അവിടെ നിർത്തിയേക്കാം. സമയം ഇപ്പോഴേ അച്ഛൻ പറയുന്ന സമയമൊക്കെ ആയി, അതുകൊണ്ട് ഇനി ആരെങ്കിലും കൈപ്പൊക്കിയാൽ മതി, ഞാനത് നിർത്തിയേക്കാം. അപ്പോൾ അത് ഈ ഗൾഫ് സംസ്കാരം കൂടെ വന്നു കഴിഞ്ഞപ്പോഴേ താരതമ്യം ചെയ്യും. നമ്മുടെ പിള്ളേര് അവരുടെ പിള്ളേര്, നമ്മുടെ വീട് അവരുടെ വീട്, നമ്മുടെ കാറ് അവരുടെ കാറ്. ഇപ്പോഴത്തെ മനുഷ്യരുടെ അസ്വസ്ഥതയുണ്ടല്ലോ. നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്റെ അസ്വസ്ഥത എന്താണെന്നറിയാമോ? എന്റെ ഇല്ലായ്മയല്ല എന്നെ ഇപ്പൊ അസ്വസ്ഥപ്പെടുത്തുന്നത്. എനിക്ക് അത്യാവശ്യമൊക്കെ ദൈവം തന്നിട്ടുണ്ട്, ഉമ്മാനം കൊടുക്കാനും അത്യാവശ്യമൊക്കെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ സംതൃപ്തനല്ല. കാരണം അറിയാമോ, ഞാൻ മറ്റു ചില അച്ഛന്മാരെ നോക്കുമ്പോൾ അവരെന്നേക്കാൾ വലിയ കാറിലാണ് യാത്ര ചെയ്യുന്നത്. അവർ താമസിക്കുന്ന വീട് എന്റെ വീടിനേക്കാൾ വലിയ വീടാണ്. അവരുടെ സൗകര്യങ്ങൾ എന്നേക്കാൾ വളരെ കൂടുതലാണ്. ഇതെന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നു. അപ്പൊ എന്റെ ഇല്ലായ്മയല്ല എന്നെ ഇപ്പൊ അസ്വസ്ഥപ്പെടുത്തുന്നത്, മറ്റുള്ളവർക്ക് എന്നേക്കാളും കൂടുതലുള്ളതാണ്. ഈ അസ്വസ്ഥത നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുക. കൊച്ചു പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നോക്കിയോ, പിള്ളേർ വരുമ്പോൾ തല്ലുകൊള്ളുന്നത് എന്തിനാ? മോനെ നിനക്ക് എത്ര മാർക്ക് കിട്ടി? 90 മാർക്ക്. ആദ്യം അമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കും, അയ്യോ മോന് 90 മാർക്ക് കിട്ടിയല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അമ്മ ഒരു ചോദ്യം ചോദിക്കും, മോന്റെ കൂടെ പഠിക്കുന്ന സുരേഷിന് എത്ര കിട്ടി? കൊച്ചു പിള്ളേർ സത്യം പറയും, മമ്മി അവന് 100 കിട്ടി. കൊടുക്കും ഒരടിയൊക്കെ. അപ്പൊ ഈ ചെറുക്ക് തല്ലുകൊണ്ടത് എന്തിനാ? അവന്റെ മാർക്ക് കുറഞ്ഞേനല്ല തല്ലുകൊണ്ടത്. അയലത്തെ വീട്ടിലെ കൊച്ചൻ കൂടുതൽ മാർക്ക് വാങ്ങിച്ചു. ഇന്ന് നിങ്ങളുടെ നിങ്ങൾ കുറച്ചുകൂടെ ആത്മീയമായിട്ട് വളർന്നവരാണെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ ഞാൻ എന്നെ മനസ്സിലാക്കുന്നു, ചിലപ്പോൾ എന്റെ അസ്വസ്ഥതയുടെ കാരണം എനിക്ക് പലതും ഇല്ലാഞ്ഞിട്ടല്ല, എന്നേക്കാൾ മറ്റു പലർക്കും വളരെ കൂടുതൽ ഉണ്ടെന്നുള്ളത് എന്നെ അസ്വസ്ഥനാക്കും. ഈ അസ്വസ്ഥതയാണ് സമൂഹത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അത് ഗൾഫ് ജീവിതത്തിൽ നോക്കുമ്പോൾ വളരെ അന്തരം. നാട്ടിലാണെങ്കിൽ നമുക്ക് അത്രയും തോന്നുകയും, അവിടെയുള്ള അന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ശമ്പളം മുതൽ വലിയ ലക്ഷങ്ങൾ കോടികൾ വാങ്ങിക്കുന്നവരെയുള്ള വ്യത്യാസമുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യർ സ്വയം അന്യോന്യം താരതമ്യം ചെയ്യും. താരതമ്യം ചെയ്തിട്ട് അവരവരുടെ ജീവിതത്തെ കുറിച്ച് അസ്വസ്ഥതയുള്ളവരാകും.
കൊടുക്കുകയും ബാക്കിയെല്ലാം കിട്ടും. ചോദിക്കുന്നതിന് അപ്പുറമായിട്ട് പലതും കിട്ടും. സംതൃപ്തി കിട്ടുകയില്ല. സംതൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അവനവനായിരിക്കുന്നതിൽ അവനവൻ തന്നെ സംതൃപ്തനാകുന്ന ഒരു മാനസിക നിലവാരം അത് ആത്മീയ ജീവിതത്തിൽ കൂടെ ഉണ്ടാക്കിയെടുക്കണം. വേറെ സൈക്കോളജി കൊണ്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് വിചാരമില്ല. അതൊരു ആത്മീയ ജീവിതത്തിൽ കൂടെ ഞാനായിരിക്കുന്നതിൽ ഞാൻ സംതൃപ്തനായിരിക്കുക. എന്റെ ദൈവം എന്നെ നയിക്കുന്നത് ഒരു പ്രത്യേക രീതി വേറൊരാളിനെ പോലെ അല്ല. അതുകൊണ്ട് ഞാൻ ആരുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഉള്ളതിൽ സംതൃപ്തനായിരിക്കണം എന്നുള്ള മാനസിക ഭാവം അത് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സമൃദ്ധിയുടെ നടുവിലും സംതൃപ്തിയില്ലാത്ത മനുഷ്യരുടെ ഭാവങ്ങൾ വർദ്ധിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. നമ്മുടെ ഈ പുതിയ സംസ്കാരം കേരളത്തിലുണ്ടായപ്പോൾ ഇവിടെ വൃദ്ധഭവനങ്ങൾ വർദ്ധിച്ചു. അപ്പനെയും അമ്മയും വൃദ്ധമന്ദിരങ്ങളിലാക്കി ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി. ഇതും നമ്മുടെ ഈ വിദേശ പണത്തിന്റെയും പ്രവാസി പണത്തിന്റെയും ഒക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. കാര്യം അപ്പനെയും അമ്മയെ നോക്കാനായിട്ട് നമുക്ക് കഷ്ടപ്പെടാനോ ത്യാഗം സഹിക്കാനോ നമ്മൾ തയ്യാറല്ല. അതിന് നമ്മൾ പണം കൊടുത്ത ആളിനെ വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ അവരെ കൊണ്ടുപോയി വൃദ്ധമന്ദിരങ്ങളിലാക്കാം. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്നവര് കുറച്ചുകൂടെ ദൂരവ്യാപകമായിട്ട് ആലോചിക്കുന്ന കൊള്ളാം. ഇങ്ങനെ പോകത്തുള്ളെന്ന് അവരുടെ വിചാരം. അമേരിക്കയൊക്കെ അങ്ങനെയാ പോയത്. അവര് വൃദ്ധമന്ദിരങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഷെൽട്ടേഴ്സ് ഒക്കെ ഉണ്ട്. പ്രായമുള്ളവർ അവിടെ പോയി താമസിക്കുന്ന ലോകം അങ്ങനെ പോകുള്ളൂ എന്നാണ് നമ്മുടെ വിചാരം. അവിടെ നമ്മൾ ഇപ്പോഴേ അതൊരു അക്സെപ്റ്റഡ് ആയ നോമാക്കി മാറ്റി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയൊക്കെ പോകാൻ ഒക്കുള്ളൂ, ഇതിന് കറക്ഷൻ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ കൂടെ ഇതുപോലുള്ള കൂട്ടായ്മകൾ മുഖാന്തരമാകണം. ഇന്നലെ റേഡിയോയിൽ കേട്ട ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റേഡിയോ വല്ലപ്പോഴും കേൾക്കാനൊക്കെയാണ് നല്ലത്. TV തുറക്കാതിരിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു വീട്ടില് എന്തെങ്കിലും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ TV എന്ന് പറയുന്ന സാധനം അത് അടച്ചു വെക്കുക. പഴയ റേഡിയോ ഉണ്ടല്ലോ, ആ റേഡിയോ ഒന്ന് തുറന്നു വെച്ചാൽ ഇപ്പോഴും ചില നല്ല കാര്യങ്ങൾ കേൾക്കാം. പഴയ ഒരു കഥയുടെ പുതിയ രൂപം. ഇന്നലെ കാർ ഓടിച്ചപ്പോഴേ രാവിലെ ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ സുഭാഷിതങ്ങൾക്ക് അവരൊരു ചെറിയ കഥ പോലെ പറയുന്നത് പഴയ കഥയുടെ പുതിയ രൂപമാണ്. വാർദ്ധക്യ ഭവനത്തിൽ ആയിരിക്കുന്ന അമ്മയുടെ അടുക്കൽ ഒരു മകൻ ചെന്നു. അപ്പോഴേക്ക് അമ്മയുടെ മരണം അടുക്കാറായി. സിംഗിങ് സ്റ്റേജാണ്. എങ്കിലും അല്പമൊക്കെ സംസാരിക്കാനാവും. അമ്മയുടെ അടുക്കൽ മകൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്തെങ്കിലും അന്ത്യമായ അഭിലാഷം എന്തെങ്കിലും അമ്മയ്ക്ക് മനസ്സിൽ തോന്നുന്നുണ്ടോ? ഉടനെ അമ്മ പറയുന്നുണ്ട്, കുഞ്ഞ് എനിക്ക് ചില കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുണ്ട്. നീ ഈ ഓൾഡ് ഏജ് ഹോമിന്റെ ഈ തറയൊക്കെ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. മോനൊന്ന് വൃത്തിയാക്കി നല്ല ടൈൽസ് ഒക്കെ ഇട്ട് മോൻ അത് വൃത്തിയാക്കി കൊടുക്കണം. പിന്നെന്തുകൊണ്ട് പല ഫാനും കറങ്ങുന്ന ഒന്നുമില്ല. മോൻ ആ ഫാനൊക്കെ ഒന്ന് കറക്കി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. ഉടനെ ഈ മകൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഒത്തിരി നാൾ എനിക്ക് ഇദ്ദേഹം താമസിക്കുമെന്നാണോ അമ്മയുടെ വിചാരം? ഇല്ല മോനെ, എനിക്കറിയാം ഞാൻ അറിയാവുന്ന ഇവിടെ താമസിക്കുകയില്ല. പക്ഷേ ഞാനത് നിന്നോട് പറഞ്ഞത് നീ മനസ്സിലാക്കണം. അമ്മമാർ എപ്പോഴും മക്കളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ നിന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നാളെ നിന്റെ മക്കള് നിന്നെ കൊണ്ടുവന്ന് ഈ വാർദ്ധക്യ ഭവനത്തിൽ വിടുമ്പോഴേ ഇച്ചിരി ഫാനും കൊണ്ട് നല്ല തറയിലൊക്കെ നടക്കാൻ നിനക്കൊരു ഭാഗ്യം കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇത് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ബഹളങ്ങളുടെ നടുവിൽ മൂല്യങ്ങളെ വിസ്മരിച്ച് ഏതാണ്ട് ഇളക്കങ്ങളുടെ പുറകെ പോകാൻ ഇടയാകാതെ കുറച്ചുകൂടെ നമുക്ക് ക്രിസ്തീയമായ ചില മൂല്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള സംസ്കാരത്തിന്റെ, നമ്മുടെ സഭയുടെ പൈതൃകമായ ചില മൂല്യങ്ങളൊക്കെ നിലനിർത്തേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കാൻ. ഇവിടെ ഒരു വികലമായ ഭക്തിയും ഒരു തീർത്ഥാടന ഭക്തി, ചില അനുഷ്ഠാന ഭക്തി, ഇതും വളരെ കൂടുന്നുണ്ട്. അതും ശരിയായ ഭക്തിയാണെന്ന് ആലോചിക്കണം. ഒരു സമയം പോവാ. എന്നാലും ഇപ്പോഴാണ് അതും ഈ പ്രവാസികൾ വരുമ്പോഴാണ് പ്രവാസികള് നല്ലൊരു മാർഗം എടുത്തേച്ച് നേരെ വീട്ടിൽ ഇങ്ങോട്ട് വിടും. ആദ്യം പരുമലയാണ് സങ്കേതം. പരുമലയിൽ അങ്ങോട്ട് വിട്ടേച്ച് പുതുപ്പള്ളിയിൽ ഒന്ന് ചെല്ലും. പുതുപ്പള്ളിയിൽ നിന്ന് വിട്ട് മണർകാട്ടൊന്ന് കയറും. മണർകാട്ടിൽ നിന്ന് അങ്ങോട്ട് വിട്ട് അൽഫോൻസാമയുടെ കബറിടത്തിൽ ഒന്ന് കയറും. അവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് ചാവറ കുര്യാക്കോസിന്റെ കബറിടത്തിൽ ഒന്ന് കയറി എല്ലായിടത്തും കയറി അനുഗ്രഹങ്ങളിലേക്ക് വാങ്ങിച്ച് പിന്നെ ഇച്ചിരി കൂടെ സൗകര്യമുള്ളവരൊക്കെ
വേളാങ്കണ്ണി അമ്മച്ചിയുടെ അവിടുത്തെയും അനുഗ്രഹം ഇങ്ങ് വാങ്ങിച്ച് ഇങ്ങ് പോന്ന് കഴിയുമ്പോൾ പിന്നെ ഒരു വർഷത്തേക്ക് പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട, ആത്മീയരായി കഴിഞ്ഞു. ഏതാണ്ട് ഒരു തീർത്ഥാടന ഭക്തി, പിന്നെ അനുഷ്ഠാന ഭക്തി. എടവപ്പള്ളി വരുന്നവിടെ തന്നെ ഞാൻ പറയും, ഇവിടെ ക്യാൻസർ സൊസൈറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞു. നിങ്ങൾ പല പള്ളികളിലും ശിങ്കാരി മേള സ്പോൺസർ ചെയ്യുന്നത് ഗൾഫുകാരാണ്. അത് അവരുടെ വകയാണ്. അത് ചിലർക്ക് നിർബന്ധമാണ്, സ്ത്രീകളുടെ ശിങ്കാരി മേള തന്നെ വേണം. ഒരു പള്ളിയിൽ വന്നാൽ അവരെ പിള്ളേരെ എന്ന് പറഞ്ഞപ്പോൾ ശിങ്കാരി മേളം കേൾക്കണമെങ്കിൽ അപ്പോൾ അവിടുത്തെ പള്ളി വികാരി കമ്മിറ്റിക്കാരോട് തീരുമാനിച്ചു സ്ത്രീകളുടെ ശിങ്കാരി മേളം വേണ്ട. അപ്പോൾ പ്രവാസി പറഞ്ഞു, സ്ത്രീകളുടെ ശിങ്കാരി മേളത്തിനെ ഞാൻ സ്പോൺസർ ചെയ്യത്തുള്ളൂ. നാട്ടിലെ ശിങ്കാരി മേളത്തിന് ഞാൻ കാശ് കൊടുക്കത്തില്ല. നാട്ടിലെ പുരുഷന്മാരുടെ ശിങ്കാരി മേളമല്ല വേണ്ടത്, സ്ത്രീകളുടെ ശിങ്കാരി മേളം. അപ്പൊ ഈ അനുഷ്ഠാന വികലമായ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കാനും പ്രവാസികളുടെ പണം ചിലപ്പോഴൊക്കെ ആയിട്ടുണ്ട്. അതും വിവേചനപൂർവ്വം ചെലവഴിക്കണം പ്രിയരെ. ഇതൊന്നും ശരിയായ ആത്മീയതയുടെ അടയാളമൊന്നുമല്ല. നമ്മുടെ ചില പാരമ്പര്യ മൂല്യങ്ങളുണ്ടല്ലോ, സന്ധ്യയ്ക്കും പ്രഭാതത്തിലും 2 നേരമെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക, സഭയുടെ കൽപ്പനകൾ പാലിക്കുക, അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരിക. അല്ലാതെ ഇങ്ങോട്ട് വന്നേച്ച് എളുപ്പത്തിൽ 5-6 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി പിന്നെ ഇച്ചിരി കാശുള്ളവർ ഗൾഫുകാരെല്ലാം യെരുശലേമിലും പോയി കാണും. യെരുശലേമിലെ ഗലീലാക്കടലിലെ വെള്ളവും കൊണ്ടുവച്ചിട്ടുണ്ട്, അവിടുത്തെ മണ്ണും കൊണ്ടുവച്ചിട്ടുണ്ട്, പിന്നെ അവിടുത്തെ വീഞ്ഞും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വേണ്ടി അതേലെ ഇച്ചിരി കുടിക്കാം. അപ്പൊ ഇതോടൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവരും ഭക്തന്മാരായിരിക്കുകയാണ് കേട്ടോ. ഞാനിത് പറയുന്നറിയാമോ, യെരുശലേമിൽ ഇതുവരെ ഞാൻ പോയിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ലോകത്തിലെ വലിയ യാത്രയൊന്നും ചെയ്തില്ലെങ്കിലും ഭൂഖണ്ഡങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. വടക്കേ അമേരിക്കയും കണ്ടു, തെക്കേ അമേരിക്കയും കണ്ടു, യൂറോപ്പും കണ്ടു, ഓസ്ട്രേലിയയും കണ്ടു, ആഫ്രിക്കയും കണ്ടു, മലേഷ്യയും കണ്ടു, സിംഗപ്പൂരും കണ്ടു, ഗൾഫ് രാജ്യങ്ങളൊക്കെ കണ്ടു. കാണാത്തത് യെരുശലേം. കാരണം എന്താണെന്നറിയാമോ, ആരും അവിടുന്ന് ക്ഷണിച്ചുമില്ല, ടിക്കറ്റും തന്നില്ല. അതുകൊണ്ട് അവിടെ പോയി. ബാക്കി പോയതൊക്കെ അവർ ക്ഷണിച്ച് ടിക്കറ്റും ഒക്കെ തന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യെരുശലേം പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഭക്തി, അനുഷ്ഠാന തീർത്ഥാടന ഭക്തി, അതങ്ങോട്ട് വർദ്ധിച്ചിട്ട് മനുഷ്യർ അതിൽ സംതൃപ്തി അടയുക. പോരാ പേര് രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കുക. അടിസ്ഥാനമത കുടുംബ പ്രാർത്ഥന സന്ധ്യയ്ക്ക് പ്രഭാതത്തിൽ നടത്തുക. ആരാധനയിൽ ശുഷ്കാന്തിയോടെ കുടുംബസമേതം പങ്കെടുക്കുക. ഇങ്ങനെയുള്ള ചില നോമ്പ് ഉപവാസം സഭയുടെ അടിസ്ഥാനപരമായ കൽപ്പനകൾ. പെരുന്നാളാഘോഷം വിപുലമാക്കാനൊന്നും സഭയുടെ കൽപ്പനകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പള്ളിയിൽ ഒരു പെരുന്നാളൊക്കെ നടന്നാൽ മതി, 100 പെരുന്നാളൊന്നും ഒരു പള്ളിയിലൊന്നും ആവശ്യമില്ല. ഇപ്പൊ അതല്ല, അനേകം പെരുന്നാളാണ് ഓരോ പള്ളിയിലും. ഈ അനുഷ്ഠാന ഭക്തി വർദ്ധിക്കുന്നിടത്ത് മനുഷ്യർ ദൈവീകരാകുന്ന എനിക്ക് അഭിപ്രായമില്ല. അവിടെ ദൈവീകരാകത്തക്കവണ്ണമുള്ള പദ്ധതികളിൽ പങ്കുചേരുവാനും നിങ്ങളുടെ ഊർജവും സമയവും പണവും ഇന്ന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു ആലോചനയും പൊങ്ങച്ച സംസ്കാരം നമ്മളെയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊങ്ങച്ചത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കാനും ശരിയായ ഒരു ആത്മീയ സംസ്കാരം ഉണ്ടാകുവാനും ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അച്ഛൻ പറഞ്ഞു,